ഹായ് ഹലോ. ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചിങ്ങം 1 സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവകാലത്തിന്റെയും തുടക്കമാണ് ചിങ്ങം 1. പുത്തൻ പ്രതീക്ഷകളുമായി പൊന്നിൻ പുലരിയെ വരവേൽക്കുകയാണ് ഓരോ മലയാളികളും. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ദുരിതം നിറഞ്ഞ കർക്കിടക മാസത്തിലെ കറുത്ത കാർമേഘങ്ങൾ നീങ്ങി മലയാളം പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ഓരോരുത്തരും. എല്ലാ മെട്രോ സ്റ്റാർ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അശ്വിനും ശ്രുതിയും ഒന്നിക്കുമോ? അശ്വിൻ്റെയും ലാവണ്യയുടെയും വിവാഹം നടക്കുമോ? അതോ ശ്യാമിൻ്റെ ചതികൾ പുറത്താകുമോ? അതോ ശ്യാമിൻ്റെയും ശ്രുതിയുടെയും വിവാഹം നടക്കുമോ എന്നൊക്കെ നമുക്ക് ഈ ഒരാഴ്ച എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അശ്വിനും ശ്രുതിയും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. ശ്രുതിക്കും അശ്വിനും എപ്പോഴും കണ്ടുമുട്ടിയാലും ഒരു കീരിയും പാമ്പും പോലെ ഭയങ്കര അടിയും പിടിയൊക്കെ ആയിരുന്നു. എങ്കിലും കുറച്ച് ദിവസം കൊണ്ടാണ് അവരുടെ ആ ഒരു ഉള്ളിലെ പ്രണയം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടതും അങ്ങനെ അശ്വിന് ശ്രുതിയെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയതും ശ്രുതിയുടെ മനസ്സിൽ ഒരുപാട് അശ്വിന്റെ മുഖമാണ്. ശ്രുതിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ ശ്യാമിനെ കല്യാണം കഴിക്കണോ അതോ അശ്വിനെ കല്യാണം കഴിക്കണമോ എന്നുള്ളത്. എന്നാൽ അശ്വിനെ കണ്ടതിന് ശേഷം അത് തൻ്റെ ഉള്ളിലെ പ്രണയം ഇങ്ങനെ പൂത്തൊലയുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് പ്രതീക്ഷിക്കാതെ ഒരു സംഭവങ്ങൾ അശ്വിന്റെ വീട്ടിൽ നടക്കുകയും അവസാനം ലാവണ്യ വിവാഹം കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലോട്ട് അശ്വിൻ എത്തിയത്. ഈ ഒരു സങ്കടത്തിലാണ് ശ്രുതി. ഒരിക്കലും ആ ഒരു തൻ്റെ മനസ്സിലുള്ള ആ ഒരു സങ്കടം ഒരിക്കലും മാറത്തില്ല. അത്രയ്ക്ക് സങ്കടത്തിലായിരുന്നു. ഇനി എന്തായാലും അശ്വിന്റെ വീട്ടിലോട്ട് പോകാനായിട്ടുണ്ടായിരുന്ന ഒരു ചാൻസ് ആയിരുന്നു ലാവണ്യയുടെ പേര് പറഞ്ഞിട്ട്. ലാവണ്യെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അവിടോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ അശ്വിൻ വിവാഹത്തിന് സമ്മതിച്ചു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഇനി അവിടുത്തെ സേവനം ആവശ്യമില്ല എന്ന് തന്നെ മനോരമയും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുകൊണ്ട് ശ്രുതിക്ക് എന്തായാലും അങ്ങോട്ട് പോവേണ്ട ആവശ്യവുമില്ല. താൻ തിരിച്ചു വന്നു. ഈ ഒരു സമയം ശ്യാമ ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രുതി അവിടെ ഉണ്ടെങ്കിൽ തനിക്ക് എന്തായാലും അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രുതി ഇവിടെ ആയതുകൊണ്ട് തന്നെ തനിക്കിനി എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷവും ശ്യാമിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഈ ഒരു വിവാഹം എത്രയും പെട്ടെന്ന് ശ്രുതിയുമായുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് ശ്യാമ് ശ്രമിക്കുന്നത്. അങ്ങനെ ശ്യാമ തിരിച്ച് ഇപ്പോൾ വീട്ടിൽ അയൽക്കാരെല്ലാം ശ്യാമിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ ആ ഒരു സങ്കടത്തിൽ അവരെ മനസ്സ് കുറച്ചുകൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്യാമ ആ വീട്ടിൽ നിന്ന് മാറി നിന്നത്. എന്നാൽ ശ്യാമ വീണ്ടും തിരിച്ചു വരികയാണ്. ശ്യാമ വന്നതിന് ശേഷം അവരുടെ ഗേറ്റിൽ ശ്രുതി ശ്യാം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശ്രുതി മായ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയും അങ്ങനെ അവിടെ ചെറിയൊരു കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളെ അമ്മായിയും പ്രമീളയും ശ്രുതിയും ഒക്കെ തമ്മിൽ ചെറിയൊരു കലഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവസാനം അമ്മായി പറയുന്നത് ഇതേപോലെ അശോകൻ വയ്യാതെ കിടക്കുമല്ലേ, അപ്പോൾ ഇപ്പോൾ ഒരാളുടെ തുണ ആവശ്യമാണ്. ആ ഒരു സമയത്ത് നീ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം നമുക്ക് കിട്ടുമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ ശ്യാം എന്ന് പറയുമ്പോൾ നല്ലൊരു പയ്യനാണ്, നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്ഥിതിക്ക് നിനക്ക് അവനെ വിവാഹം കഴിച്ചൂടെ എന്നാണ് അവരുടെ ചോദ്യങ്ങൾ. അവസാനം ഇതിന്റെ പേരിൽ വലിയൊരു കലഹങ്ങൾ ഉണ്ടാവുകയും പിന്നെ അശ്വിനെ പറ്റിയുള്ള ചെറിയ തർക്കങ്ങളും വഴക്കുകളും അവരുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. അവസാനം ശ്രുതി ആ ഒരു തീരുമാനത്തിലോട്ട് എത്തി. തനിക്കിനി ഒരു രക്ഷയുമില്ല. തന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മായിയും വീട്ടുകാരും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് ഈ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്ന് ശ്രുതി മനസ്സിലാക്കിക്കൊണ്ട് വിവാഹത്തിന് സമ്മതമുള്ളതാണ്. അശോകന്റെ മുന്നിൽ ചെന്നതിന് ശേഷം ശ്യാമുമായിട്ടുള്ള വിവാഹത്തെ പറ്റി രാധ സംസാരിക്കുകയും അങ്ങനെ നിവൃത്തിയില്ലാതെ തൻ്റെ അച്ഛൻ്റെ ഈ ഒരു കിടപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്യാമിനെ വിവാഹം കഴിക്കാം എന്ന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഞാൻ ഇനി എന്തായാലും ഈ ഒരു വിവാഹത്തിന് സമ്മതിച്ചു കൊള്ളാം എന്ന് ശ്രുതി അവരോട് എല്ലാവരോടും പറയുകയും അങ്ങനെ ഇത് കേട്ടപ്പോൾ ശ്യാമിന് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും താൻ ഒരുപാട് പ്രതീക്ഷിച്ചതല്ലേ ശ്രുതിയുമായിട്ടുള്ള വിവാഹം. പക്ഷെ അവിടെ എല്ലാവരും സമ്മതിച്ചുവെങ്കിൽ പോലും ശ്രുതിയാണ് വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ശ്രുതിയും സമ്മതം മൂളിയല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ശ്യാം. അങ്ങനെ ശ്യാമിനെയും ശ്രുതിയും കൂടി നിർത്തി രാധ ആരതിയൊക്കെ ഒഴിഞ്ഞ് ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളിലാണ്. എന്നാൽ ഈ ഒരു വിവരം കേട്ടപ്പോൾ അശോകന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശ്യാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ അശോകൻ തുറന്നു പറയാത്തത്. എന്നാൽ അശോകന് പറയണമെന്നുണ്ട്, ഒരിക്കലും നീ ശ്യാമിനെ വിവാഹം കഴിക്കരുത്, അവൻ വിവാഹം കഴിഞ്ഞ ആളാണ്, നിന്നെ ചതിക്കുകയാണ് എന്ന് അശോകന് പറയണമെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അശോകന് തുറന്നു പറയാൻ പറ്റുന്നില്ല. എങ്കിലും ചെറുതായിട്ട് മുക്കിയും മൂളിയും ആ
അമർഷം കൊണ്ട് ആ തൻ്റെ ഉള്ളിലെ ആ അവസ്ഥ, തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ശ്രുതിയോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒട്ടും ഒരുക്കമല്ല. അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഇതിൻ്റെ ഇടയിൽ ഷാമു പറയുന്നത് കണ്ടോ, അശോകൻ അങ്കിളിനും സന്തോഷമായി, നമ്മളെ വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോൾ സന്തോഷമായി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ അശ്വിൻ്റെ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണ്ട, തനിക്കിപ്പോൾ വിവാഹത്തിന് ഇപ്പോൾ ഒരു ഒരുക്കമല്ല, എന്നാലും വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു, പക്ഷെ ഉടനെ എനിക്ക് വിവാഹത്തിന് എന്തായാലും പറ്റത്തില്ല, എന്നാൽ ഞാൻ സമയം ആകുമ്പോൾ പറയും. ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് സമയം വേണം, എനിക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം വേണം, അതിനുശേഷം മാത്രം മതി കല്യാണം എന്നാണ് അവിടെ അശ്വിൻ പറയുന്നത്. എന്നാൽ ഇവിടെ ശ്രുതിയുടെയും ഷ്യാമിൻ്റെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് രാധയും പ്രമീളയൊക്കെ ഭയങ്കര തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ഇതിന് മുന്നോടിയായിട്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.